ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ആദ്യം തന്നെ മെന്ത്യ പലാവിൻ്റെ റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് ഒരു അരപ്പ് റെഡിയാക്കണം. ഞാനൊരു ചെറിയ ജാറിലേക്ക് കുറച്ച് തേങ്ങയും ഒരു 3 പച്ചമുളകും കുറച്ചേറെ മല്ലിയില, അതിന് നേർപകുതി പുതിനയില എടുത്തിട്ടുണ്ട്. വളരെ കുറച്ച് മാത്രം വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് മാറ്റി വെക്കാം, നമുക്ക് പലാവ് ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ അതിനായിട്ട് കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നെയ്യിൽ മാത്രമായിട്ട് ഉണ്ടാക്കിയെടുക്കാം, അതല്ല എണ്ണ മാത്രം മതിയെങ്കിൽ അങ്ങനെയും ചേർക്കാം, കുഴപ്പമൊന്നുമില്ല. അത് കഴിഞ്ഞ് ഹോൾ സ്പൈസസ് ആയിട്ടുള്ള പട്ട, ഗ്രാമ്പു, ഏലക്ക, സ്റ്റാർ അനീസ്, ബേ ലീഫ്, പിന്നെ ജീരകം ഇത്രയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 5-6 ഗ്രാമ്പു എടുത്തിട്ടുണ്ടാവും. പിന്നെ 2 ഏലക്ക എടുത്തിട്ടുണ്ട്. ഒരു വലിയ കഷ്ണം പട്ട, പിന്നെ ബേ ലീഫ് 1 എടുത്തിട്ടുള്ളൂ. ജീരകം ഒരു 1/4 ടീസ്പൂൺ മേളിൽ എടുത്തിട്ടുണ്ട്. അതും കൂടി ചേർത്തൊന്ന് മൂത്ത് വരുന്ന സമയത്ത് ഉള്ളി ചേർത്ത് കൊടുക്കുകയാണ്. നീളത്തിൽ അരിഞ്ഞ് വെച്ചേക്കുന്ന വലിയൊരു ഉള്ളിയാണ് എടുത്തേക്കുന്നത്. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഉപ്പ് ചേർത്തിട്ട് വഴറ്റിയെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഉള്ളിയുടെ കളറൊക്കെ മാറി കിട്ടും. അപ്പോൾ ഉള്ളിയുടെ കളർ ചെറുതായിട്ടൊന്ന് മാറി വന്നാൽ മതി, ഭയങ്കരമായിട്ട് അങ്ങ് വഴണ്ടു പോകേണ്ട ആവശ്യമൊന്നുമില്ല. ചെറുതായിട്ടൊന്ന് മാറി വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കണം. ഇൻ കേസ് നിങ്ങളുടെ കയ്യിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇല്ല, അഥവാ അങ്ങനെ ചേർക്കാൻ താല്പര്യം ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ അരയ്ക്കുന്ന അരപ്പിനകത്ത് ഇഞ്ചി വെളുത്തുള്ളി ചേർത്താൽ മതി കേട്ടോ. ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. നല്ലതുപോലെ വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് ഞാൻ മേത്തി ലീവ്സ് ചേർത്ത് കൊടുക്കാൻ പോവാണ്. ഇതാണ് കേട്ടോ മേത്തി ലീവ്സ്. നമ്മുടെ ഉലുവയുടെ ചീരയാണ്, ഫിനിഗ്രിക് ലീവ്സ് എന്നും പറയും ഇംഗ്ലീഷിൽ. പിന്നെ നമ്മുടെ മുരിങ്ങയില പോലെയൊക്കെ തന്നെ ഉണ്ടാവും, പക്ഷെ ഭയങ്കര കയ്പായിരിക്കും കേട്ടോ. ഈ ചീരയ്ക്ക് നല്ല കയ്പുണ്ടാവും. നിങ്ങളിപ്പം പറാത്തൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ അത്യാവശ്യം കയ്പൊന്നും ഉണ്ടാവില്ല. പക്ഷെ എന്നാൽ നമ്മൾ ചോറിലിടുന്ന സമയത്ത് നല്ലതുപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടില്ലെങ്കിൽ നന്നായിട്ട് കയ്പ് രസം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് മെയിനായിട്ട് വേണ്ടത് ഈ ചീര ചേർത്തതിന് ശേഷം നല്ലതുപോലെ ഫ്രൈ ചെയ്തെടുക്കണം. നന്നായിട്ട് വാടി ഉണങ്ങി അത് കളറൊക്കെ മാറി തുടങ്ങണം. ആ സമയം വരെ നന്നായിട്ട് വഴറ്റിയെടുക്കുക. എന്നാൽ മാത്രമേ ചീരയുടെ കയ്പ് രസം ഈ നമ്മുടെ ചോറിൽ തട്ടാതിരിക്കത്തുള്ളൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ ഉണ്ടാക്കുന്ന സമയത്ത്. ഇപ്പം ചീരയുടെ കളറൊക്കെ മാറി നല്ലതുപോലെ വാടിയിട്ടുണ്ട്. ഈ സമയത്ത് ഞാൻ കുറച്ച് ഗ്രീൻ പീസ് ചേർത്ത് കൊടുക്കുകയാണ്. ഇത് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ ചേർക്കാം, പക്ഷേ ഗ്രീൻ പീസ് ചേർക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഗ്രീൻ പീസും കൂടി ചേർത്തിട്ടുണ്ട്. ഇത് ഫ്രഷ് ഗ്രീൻ പീസാണ്. അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം 1 മിനിറ്റ് ഒന്ന് ഇളക്കി അത് കഴിഞ്ഞിട്ട് നമ്മൾ അരച്ച് വെച്ചേക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. അരപ്പ് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഈ അരപ്പിലെ ആ ഒരു വെള്ളം മയമൊക്കെ ഒന്ന് പോയിട്ട് അത്യാവശ്യം കട്ടിയായിട്ട് വരുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഒന്നെങ്കിൽ നമുക്ക് നേരത്തെ ഇതെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തിട്ട് അരച്ചെടുക്കാം, അതല്ലെന്നുണ്ടെങ്കിൽ ഡയറക്റ്റായിട്ട് അരച്ചതിന് ശേഷം നമുക്ക് ഇങ്ങനെ ചേർത്തിട്ട് പിന്നെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. ഏകദേശം ഒരു 3-4 മിനിറ്റ് എങ്കിലും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണേ. അത് കഴിഞ്ഞ് ഇതിലേക്ക് വാഷ് ചെയ്ത് വെച്ചേക്കുന്ന അരി ചേർത്ത് കൊടുക്കാൻ പോവാണ്. ഞാനിവിടെ സോനാ മസൂരി റൈസാണ് എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കോലം റൈസ് എടുക്കാം, അതല്ല ചോറ് വെക്കുന്ന ഏത് പച്ചരി വേണമെങ്കിലും എടുക്കാം. ദോശ അരി അല്ല കേട്ടോ, ചോറ് വെക്കുന്ന ഏത് പച്ചരി വേണമെങ്കിലും എടുക്കാം. പിന്നെ അരി ചേർക്കുന്ന സമയത്ത് തന്നെ ഞാൻ ഒരു മീഡിയം സൈസ് തക്കാളിയും ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്തു. എന്നിട്ട് കുറച്ച് പൊടികൾ ചേർക്കണം. 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട്. 3/4 ടീസ്പൂൺ ഗരം മസാല ചേർത്തു. ഏകദേശം 1/2 ടീസ്പൂൺ മെയിലായിട്ട് മുളക് പൊടി ചേർത്തിട്ടുണ്ട്. ഇത്രയും ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നല്ലതുപോലെ എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കണം. വെള്ളത്തിൻ്റെ കണക്ക് എന്ന് പറയുന്നത് 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളമാണ് കേട്ടോ ചേർക്കുന്നത്. അപ്പോൾ ഞാനിവിടെ നമ്മൾ അരച്ച ജാറില്ലേ, ആ ജാറിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് അതൊക്കെ ഒന്ന് കഴുകി എടുക്കാൻ പോവാണ്. കാരണം അതിൽ അരപ്പ് എന്തായാലും ഉണ്ടാവല്ലോ. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട്. 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചേക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഈ സമയത്ത് ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഇൻ കേസ് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ചേർത്തേക്കുന്ന ഉപ്പ് കറക്റ്റ് ആയിരുന്നു, അതുകൊണ്ട് ഞാൻ എക്സ്ട്രാ ഒന്നും ചേർത്തിട്ടില്ല. പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നാരങ്ങനീര് ചേർക്കാം കേട്ടോ. ഞാൻ ചേർത്തിട്ടില്ല, കാരണം എന്ന് വെച്ചാൽ എനിക്ക് അതിൻ്റെ ഒരു പ്രോപ്പർ ടേസ്റ്റാണ് ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് നാരങ്ങനീര് ചേർത്തിട്ടില്ല. എന്നിട്ട് അടച്ച് വെച്ച് 4 വിസിൽ വരുന്നവരെ വേവിച്ചെടുത്തിട്ടുണ്ട്. 4 വിസിൽ വന്ന് പ്രഷറൊക്കെ പോയി കഴിഞ്ഞ് തുറന്ന് നോക്കുമ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്. എൻ്റെ ഈ കുക്കറിന് 4 വിസിൽ എന്തായാലും വേണ്ടി വരും. കാരണം ചില സമയത്ത് പലരും പറയുന്നത് കേട്ടിട്ടുണ്ട് പച്ചരിക്ക് 4 വിസിൽ വന്ന്. പക്ഷേ നമ്മുടെ വീട്ടിലെ പച്ചരിക്കും അതേപോലെ ഈ കുക്കറിന് എന്താണെന്നറിയില്ല, 4 വിസിൽ വേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ കയ്യിലുള്ള ഏത് അരിയാണോ നോക്കിയിട്ട് വേണം വിസിലടിപ്പിക്കാനായിട്ട്. കുഴഞ്ഞു പോകാൻ പാടില്ല കേട്ടോ. അപ്പോൾ നോക്കിയാൽ 4 വിസിലടിച്ചപ്പോൾ തന്നെ കറക്റ്റായിട്ട് പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഒട്ടും കുഴഞ്ഞു പോയിട്ടില്ല. നല്ല അടിപൊളിയായിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള കർണാടക സ്റ്റൈൽ മെന്ത്യ പലാവ് റെഡി. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ. ഇനി അടുത്തതായിട്ട് നമുക്ക് അവരിക്കാൾ ഉപ്മാവ് ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇവിടെ എടുത്തേക്കുന്നത് ബൻസി റവയാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സൂചി റവ എടുക്കാം. ഞാനിവിടെ ബൻസി റവ എടുത്തെന്ന് മാത്രം. അപ്പോൾ അതൊന്ന് ചൂടാക്കുന്നുണ്ട്. ഒരു 2-3 മിനിറ്റ് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നെയ്യോ അല്ലെങ്കിൽ എണ്ണ ഒഴിച്ചിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. പക്ഷെ ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല കേട്ടോ, വെറും പ്ലെയിൻ ആയിട്ട് ഒന്ന് ചൂടാക്കി എടുക്കുന്നത് മാത്രം. പിന്നെ ഒരു 2-3 മിനിറ്റ് കഴിയുമ്പോൾ മതിയാകും, അതിൻ്റെ കളറൊക്കെ മാറി തുടങ്ങും. അപ്പം ജസ്റ്റ് ഒന്ന് പാനിൽ മാറ്റി വെച്ചിട്ട് സെയിം പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് എണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് കടുകിട്ട് പൊട്ടിച്ചു. അത് കഴിഞ്ഞിട്ട് കടലപ്പരിപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഉഴുന്നുപരിപ്പും ചേർത്ത് കൊടുത്തു. അത് കഴിഞ്ഞ് കുറച്ച് മാത്രം ജീരകം, ഒരു 1/4 ടീസ്പൂണിന് മേലെ ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതെല്ലാം ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. ചെറുതായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് വളരെ ചെറുതായിട്ട് അരിഞ്ഞേക്കുന്ന ഉള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ അത്യാവശ്യം മീഡിയം സൈസിലുള്ള ഒരു ഉള്ളിയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഉള്ളി ചേർത്തതിന് ശേഷം കുറച്ച് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. നമ്മൾ സാധാരണ ഉപ്മാവ് ഉണ്ടാക്കില്ലേ അതേപോലത്തെ ഉപ്മാവാണ് കേട്ടോ. കാരണം എന്ന് വെച്ചാൽ ഞാൻ ഭയങ്കര ലേസി ആയിരുന്നു ഇന്ന്. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു ഫുഡ്
ഫുഡ് ഉണ്ടാക്കാന്നുള്ള രീതിയിലാണ് ഈ ഒരു ഉപ്മാവ് തിരഞ്ഞെടുത്തത്. അപ്പോൾ ഉള്ളിയുടെ കളറൊക്കെ ചെറുതായിട്ട് മാറി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് കുറച്ച് കരിവേപ്പില അവരെക്കാളും ചേർത്ത് കൊടുക്കാം. ഇത് തൊലി കളഞ്ഞിട്ടുള്ള അവരെക്കാളാണ്, അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നേരിട്ട് ഉപ്മാവിലേക്ക് ചേർക്കാം. ഇൻ കേസ് തൊലിയുള്ള അവരെക്കാളാണെന്നുണ്ടെങ്കിൽ കുക്കറിലിട്ട് വേവിക്കണം കേട്ടോ, അല്ലാതെ ചേർക്കാൻ പറ്റില്ല. കാരണം പെട്ടെന്ന് വെന്ത് കിട്ടില്ല നമുക്കത്. അതുകൊണ്ടാണ് ഇതാവുമ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടിക്കോളും. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഒരു 3-4 മിനിറ്റെങ്കിലും നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ തന്നെ നന്നായിട്ടൊന്ന് വെന്ത് വന്നോളും. ഇനി നമുക്ക് വെള്ളം കൂടി ഒഴിക്കുമ്പം അവരെക്കാളും നല്ല സോഫ്റ്റായിട്ട് കിട്ടും. ഇതാ ഇപ്പോൾ അവരെക്കാളും ചേർത്ത് കഴിഞ്ഞിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഒരു 2-3 പച്ചമുളക് ചേർത്ത് കൊടുത്ത് കുറച്ച് മഞ്ഞപ്പൊടി അത്രയും ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. പിന്നെ പച്ചമുളകിൻ്റെ കണക്ക് നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇതിപ്പോൾ അധികം എരിവൊന്നും ഇല്ലാത്ത മുളകാണ്, അതുകൊണ്ട് ഇത്രയും ചേർത്തു. ഇൻ കേസ് നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ചേർത്താൽ മതിയേ. പിന്നെ അത് കഴിഞ്ഞിട്ട് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വെള്ളത്തിൻ്റെ കണക്കെന്ന് പറഞ്ഞാൽ 1 കപ്പ് റവയ്ക്ക് 2.5 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. അതും ബൻസി റവ ആയതുകൊണ്ടാണ് 2.5 കപ്പ് ചേർത്തേക്കുന്നത്. ഇൻ കേസ് നിങ്ങൾ സൂചി റവയാണ് എടുക്കുന്നെങ്കിൽ 1 കപ്പ് റവയ്ക്ക് എക്സാക്ട് 2 കപ്പ് വെള്ളം മതിയാവേ. അതും കൂടി ചേർത്തതിന് ശേഷം ഒരു ചെറിയ തക്കാളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്, ചെറുതായിട്ട് അരിഞ്ഞേക്കുന്ന തക്കാളിയും പിന്നെ അതുപോലെ മല്ലിയില, കുറച്ച് തേങ്ങ ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. വെള്ളം നല്ലതുപോലെ തിളച്ച് വരുന്ന സമയത്ത് ഇതിലേക്ക് റവ ചേർത്ത് കൊടുക്കണം. ഞാൻ പറഞ്ഞതുപോലെ ബൻസി റവ ആയതുകൊണ്ട് നമ്മൾ ഇളക്കി കൊടുക്കണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല. ഇൻ കേസ് സൂചി റവ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ചേർക്കുന്ന സമയത്ത് തന്നെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. അതേപോലെ ബൻസി റവ വെള്ളം നന്നായിട്ട് കുടിക്കുകയും ചെയ്യും, ഒട്ടിപ്പിടിക്കില്ല. തണുത്ത് കഴിയുമ്പോൾ നല്ലതുപോലെ നമുക്ക് എന്താ പറയുക ലൂസായിട്ട് കിട്ടിക്കോളും, തരിത്തരിയായിട്ട് തന്നെ റവ കിട്ടും. പക്ഷേ സൂചി റവ അങ്ങനെയല്ല, കുറച്ചൊന്ന് കുഴഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് വെള്ളം നോക്കിയിട്ട് വേണം ചേർക്കാൻ. ഇതായിപ്പോൾ അടച്ച് വെച്ച് വേവിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് തുറന്ന് വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ വെള്ളം ഒന്ന് വരിച്ചെടുത്താൽ മാത്രം മതി, നമ്മുടെ ഉപ്മാ റെഡി. ലാസ്റ്റിൽ കുറച്ച് മാത്രം നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് കംപ്ലീറ്റ്ലി ഓപ്ഷനിലാണ്, ചേർത്തില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല കേട്ടോ. പിന്നെ ഈ ഉപ്മാവ് ഇരിക്കും തോറും ഇനി നല്ല പൊടിയായിട്ട് കിട്ടിക്കോളും, കാരണം ഞാൻ ബൻസി റവയാണ് ഉപയോഗിച്ചിരിക്കുന്നത് അതുകൊണ്ട്. അപ്പോൾ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്, നമ്മുടെ ഉപ്മാവ് റെഡി ആയിട്ടുണ്ട്. ഇത് ഞാൻ ഇങ്ങനെ തന്നെ വെക്കാൻ പോവാണ്. എന്നിട്ട് തണുത്തതിന് ശേഷം ഇളക്കി എടുക്കുമ്പോൾ നല്ല പൊടിയായിട്ടുള്ള ഉപ്മാവ് കിട്ടും. നമ്മുടെ ലഞ്ച് ബോക്സ് പാക്കിംഗ് വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവുമല്ലോ നിങ്ങൾ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ഉപ്മാവാണ് കേട്ടോ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ. ഇനി അടുത്തായിട്ട് ഞാൻ കൊടുത്തുവിട്ട മുട്ട ഫ്രൈ ഇല്ലേ, അതിൻ്റെ റെസിപ്പി ഒന്ന് ക്വിക്കായിട്ട് കാണിച്ചു തരാം. ഞാൻ മുട്ട നേരത്തെ തന്നെ വേവിച്ചിട്ട് കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഒരു പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്ത് വെളിച്ചെണ്ണയാണ് എടുത്തേക്കുന്നത്. ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് മാത്രം മഞ്ഞൾപ്പൊടി, വളരെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും ചേർത്തിട്ടുണ്ട്. ഒരു ടീസ്പൂൺ താഴെ മുളക് പൊടി ചേർത്തിട്ടുണ്ട് കേട്ടോ. അത്രയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം സ്റ്റൗ ഓൺ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഓരോ മുട്ടകൾ വെച്ച് കൊടുത്തിട്ട് 2 സൈഡും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് മറിച്ചിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മാത്രം മതി. അടിപൊളിയായിട്ടുള്ള ഒരു സൈഡ് ഡിഷ് റെഡിയാണ് കേട്ടോ. നമുക്ക് ഏത് റൈസിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റിയ ഐറ്റമാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കണം. എല്ലാ റെസിപ്പീസും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. സിമ്പിൾ അല്ലേ ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ.